ഇതുവരെ ഇവിടെ കാണാത്തൊരു ബ്ലാക്ക് ജീപ്പ്. എടാ, നീ ആ തെരണ്ടി പുള്ളിനെ കത്തിയെടുത്ത് എളി തിരികെ പോരെ. കൂട്ടത്തിലെ സ്രാവിനെ കൂട്ടിക്കോ, ചെറിയൊരു പണി വരുന്നുണ്ട്. ശരി സബാനെ. എടോ സ്രാവേ, ഒരു പണി വന്നിട്ടുണ്ടേ, വാ പോ. ആ മഹേഷേട്ടാ. ആ വിഷ്ണു, നമസ്കാരം. എന്റെ ഡീല് തോമസ് ഏട്ടനായിട്ടാ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ പിള്ളേരൊന്നും പരിചയമില്ലാത്ത. അപ്പനിപ്പോ കൊട്ടൻ ചുക്കാതി കുഴമ്പൊക്കെ ഇട്ട് വീട്ടില് വിശ്രമത്തില. ഞാൻ സെബാസ്റ്റ്യൻ, ഇവിടെ ഉള്ളവരുടെയൊക്കെ സെബാൻ. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത് ഞാനാ. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കും. നല്ല ഒന്നാന്തര മനുഷ്യനാ തോമസ് ഏട്ടൻ. അങ്ങേർക്ക് എങ്ങനെ ഇങ്ങനെ ഒരു വിഷവിത്ത് മകനായിട്ട് പിറന്നാവോ? ആ എന്തായാലും നമ്മുടെ വിഷയമൊന്നുമല്ല. നമുക്ക് വന്ന കാര്യം സാധിച്ചിട്ട് പോവാം. അതാണ് ഇവന്മാരെ തടിക്ക് നല്ലത്. എന്റെ പൊന്നോ, നിക്കണം നിപ്പ് കണ്ടിട്ട് കൈ ധരിച്ചിട്ട് പാടില്ല. ആ പോട്ടെ, വിനാശകാല വിപരീത ബുദ്ധി എവിടുന്നേലും വാങ്ങിച്ചു കൂട്ടിക്കോളൂ. ഞാനായിട്ടൊന്നിനും ഇല്ലേ. ആ അപ്പൊ എന്നാ പിന്നെ ഞാൻ വന്ന കാര്യം കൂടെ പറയാം. തോമസ് ഏട്ടനെ എന്നോട് കുറച്ച് കാശ് വെച്ചിരുന്നു. അപ്പൊ ഞാൻ അതും കൊണ്ട് വന്നതാ. അല്ല, അപ്പൊ പുള്ളി ഇപ്പൊ കൊട്ടൻ ചുക്കാതി കുഴമ്പൊക്കെ ഇട്ട് തിരുമിരിക്കാന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ വെള്ളം ചൂടാക്കി കുളിയൊക്കെ പാസ്സാക്കി വരുമ്പോ ഒരുപാടങ്ങ് വൈകും. തോമസ് ഏട്ടാ, വേണ്ടിയിട്ട് ചെയ്തതല്ല, അവൻ ചോദിച്ചു വാങ്ങിച്ചതാ. ഒന്നെങ്കിൽ ഇതിലവൻ നന്നാവും, അല്ലെങ്കിലേ വെട്ടാൻ കൊടുക്കുന്ന മാടിനൊപ്പം കേറ്റി വിട്ടേക്കണം. നാട്ടി നിർത്തിയാണ്ടല്ലോ ഇവൻ പിന്നെ ചെണ്ടയാ. വന്നോനും പോകുന്നോനും ഒക്കെ ഇരുന്ന് കൊട്ടും. ഈ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ അപ്പൊ പൊക്കോട്ടെ. പോയി പറഞ്ഞേക്ക എല്ലാവന്മാരോടും ഈ വിഷ്ണു വന്നെന്ന്. സത്യഭാമയുടെ മകൻ വിഷ്ണു. എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? അല്ല, ഇത് നിങ്ങളുടെ അറിവോടുകൂടിയാണോ അതോ രാജുവിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണോ? ഭാര്യയെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പക്വതയും പ്രായവും ഒക്കെ അവനുണ്ട്. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ അവനൊപ്പിടാതെ ആ ലെറ്റർ അങ്ങോട്ട് വരികയില്ലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഈ ബന്ധം ഏർപ്പെടുത്താൻ ഉദ്ദേശമില്ല. നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണ് ഉദ്ദേശം. ഇപ്പൊ അവൾ ഒറ്റയ്ക്കല്ലോ, ഉള്ളിലൊരു കുഞ്ഞു ജീവൻ കൂടി വളരുന്നില്ലേ. അതുകൊണ്ട് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പീഡിപ്പിക്കാൻ ഞാൻ എന്റെ മോളെ വിട്ടു തരില്ല. അതൊന്ന് നേരിട്ട് കണ്ട് പറയാൻ വേണ്ടി തന്നെ വന്നതാ. രാജീവ് വിളിക്കുകയാണെങ്കിലേ അവനോട് പറഞ്ഞേക്ക് ഗോപാലകൃഷ്ണൻ നിയമത്തിന്റെ വഴിക്ക് പോവുകയാണെന്ന്. ഓ ഓ ഓ കാലാകാലങ്ങളിലായി അവിടെ നടക്കേണ്ട പല നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. അതെന്തൊക്കെയാണെന്നും
ഏതെല്ലാം വിഭാഗങ്ങളിലാണ് പോരായ്മകൾ വന്നിട്ടുള്ളതെന്നും മനസ്സിലാക്കി പരിഹരിക്കാനുള്ള വഴി കാണണം. അതാണ് നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ രാധ എസ് മേനോൻ അന്ന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. എത്രേ? 100 രൂപ. അല്ല, എന്താ ഇവിടെ? എനിക്ക് ശാലിനി ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഞാനേ അവളുടെ ചേച്ചിയാ. ഞാൻ വന്നിരിക്കുന്നു ചെന്ന് പറഞ്ഞാ മതി. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ മാഡം തിരക്കില്ല, ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, മാഡം, മാഡത്തിന്റെ ചേച്ചി കാണാനെത്തിയിട്ടുണ്ട്. എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാൻ പറയും, ഈ മീറ്റിംഗ് കഴിഞ്ഞ് കാണാം. ശരി മാഡം. അപ്പൊ പറഞ്ഞു വന്നത്, മെഡിക്കൽ കോളേജിലെ ഈ പ്രശ്നങ്ങളുടെ